ഞാൻ രക്തസാക്ഷിയായി തുടരും, ആരെങ്കിലും അതാകേണ്ടിയിരിക്കെ. മലയാളത്തിന്റെ പ്രിയകവി എ അയ്യപ്പന്റെ ഈ വാക്കുകൾക്ക് അറം പറ്റി. വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരം തമ്പാനൂരിൽ വണ്ടിയിടിച്ച് അപകടമരണങ്ങളുടെ രക്തസാക്ഷിയായി അയ്യപ്പൻ. അബോധാവസ്ഥയിൽ കിടന്നയാളെ നാട്ടുകാരും പോലീസും ജനറൽ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ മരിച്ചു. അജ്ഞാതനായ ഏതോ വൃദ്ധൻ മരിച്ചുവെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോയി. ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വന്ന സഹൃദയനായ ഒരു ഡോക്ടർ സംശയാലുവായി ഇത് കവി എ അയ്യപ്പന്റെ മൃതദേഹമാണോ എന്ന്. പിന്നെ അത് ദുഃഖത്തോടെ സ്ഥിരീകരിച്ചു. മൃതശരീരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെ പെങ്ങൾ സുബ്ബലക്ഷ്മിയുടെ നേമത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 1 മണിക്ക് തിരുവനന്തപുരം BJT ഹാളിൽ പൊതുദർശനം. സന്ധ്യയ്ക്ക് തൈക്കാട്ടെ ശാന്തി കവാടത്തിൽ സംസ്കാരം. കൊടുങ്കാറ്റിന്റെ രുദ്രമാം മുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. മലയാള കവിതയിലെ അരനൂറ്റാണ്ടിലെ നിറസാന്നിധ്യമായിരുന്നു എ അയ്യപ്പൻ. 1947 ഒക്ടോബർ 27 ബാലരാമപുരത്ത് ജനനം. അച്ഛനമ്മമാരായ ആറുമുഖവും മുത്തമ്മാളും ചെറുപ്പത്തിലേ മരിച്ചു. വളർന്നത് സഹോദരി സുബ്ബലക്ഷ്മിയുടെ സംരക്ഷണയിൽ. കുട്ടിക്കാലത്തെ കവിതകൾ എഴുതി. അന്ന് അലച്ചിലോ അരാജക ചിന്തകളോ ഉണ്ടായിരുന്നില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI സെക്രട്ടറിയായിരുന്നു. നേതാക്കളായ ആർ സുഗതനും C അച്യുതമേനോനും എ അയ്യപ്പനെ ഇടതുപക്ഷ ചിന്തകളിലേക്ക് നയിച്ചു. പഠനകാലത്ത് തന്നെ ജയിൽവാസം. 21ാം വയസ്സിൽ അക്ഷരം മാസികയുടെ പ്രസാധകനും പത്രാധിപരും. ഇടക്കാലത്ത് ബോംബെ വേദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ്. ഇക്കാലത്ത് EMSനെയും KR ഗൗരിയമ്മയെയും ഇന്റർവ്യൂ ചെയ്തു. കടൽ തീരത്തും കാട്ടിലും തെരുവിലും ഇരുന്ന് കവിതകൾ എഴുതി. ചിറകുകൾ കൊണ്ടൊരു കൂട്, ബലിക്കുറിപ്പുകൾ, മാളമില്ലാത്ത പാമ്പ്, ചിത്തരോഗാശുപത്രിയിലെ ദിനങ്ങൾ, ബുദ്ധനും ആട്ടിൻകുട്ടിയും, കറുപ്പ്, വെയിൽ തിന്നുന്ന പക്ഷി, ഗ്രീഷ്മവും കണ്ണീരും, കൽക്കരിയുടെ നിറമുള്ളവൾ, യുദ്ധത്തിന്റെ ചിഹ്നം എന്നിവ പ്രധാന കൃതികൾ. വെയിൽ തിന്നുന്ന പക്ഷിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അവാർഡുകളോട് പ്രതിപത്തി കാണിക്കാതിരുന്ന എ അയ്യപ്പൻ അവാർഡ് തുക കിട്ടിയാൽ വിശപ്പടക്കാമായിരുന്നു എന്ന് പറയുമായിരുന്നു. ഒടുവിൽ ഈയിടെ പ്രഖ്യാപിക്കപ്പെട്ട ആശാൻ പുരസ്കാരം സ്വീകരിക്കാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടതിനിടയിലായിരുന്നു മരണം. 1930 ഏപ്രിൽ 14 ലോക പ്രശസ്ത കവി മയക്കോവ്സ്കി സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ അവസാനത്തെ കവിത കീശയിൽ വെച്ചിരുന്നു. മരിച്ചു കിടക്കുമ്പോൾ അയ്യപ്പന്റെ കുപ്പായത്തിന്റെ കൈമടക്കിലും അവസാനത്തെ കവിതയുണ്ടായിരുന്നു. അതിലെ വരികൾ ഇങ്ങനെ: അമ്പ് ഏതു നിമിഷത്തിലും മുതുകിൽ തറയ്ക്കാം, പ്രാണനും കൊണ്ട് ഓടുകയാണ്. വേടന്റെ ക്രൂരത കഴിഞ്ഞു, റാന്തൽ വിളക്കിനു ചുറ്റും എന്റെ രുചിയോർത്ത് 5-8 പേർ കൊതിയോടെ. ഒരു മരവും മറ തന്നില്ല, ഒരു പാറയുടെ വാതിൽ തുറന്ന് ഈ ഗർജനം സ്വീകരിക്കൂ. അടുത്ത വരി വ്യക്തമല്ല. ഞാൻ ഇരയായി എന്ന് അവസാന വാക്യം. ന്യൂസ് ഡെസ്ക് ജീവൻ.